ഗായ്സ്, അപ്പം ഞാനും ഷെയ്മോളും കൂടി എങ്ങോട്ടാന്നറിയില്ല, എങ്ങോട്ടോ പോവാണ്. എവിടെ എത്തുന്ന നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓ, ചിറയിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പെരുമണ്ണ് കേച്ചേരി പെരുമണ്ണ് ചിറ. മഴക്കാലം ആയതുകൊണ്ട് നല്ല കുത്തൊലിപ്പ് സീനായിട്ടാണ് ഇരിക്കുന്നത്. 1 2 3 4 ഷട്ടർ ഉണ്ട്. ഇവര് മഴക്കാലം ആയതുകൊണ്ട് ഷട്ടർ കുറച്ചല്ല നല്ല രീതിക്ക് തുറന്നിട്ടുണ്ട്. മഴ ചെറുതായിട്ട് ഇങ്ങനെ തൂളി വരുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മളെ കയ്യിൽ സേഫ്റ്റിക്ക് ഇതാ കോട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഫുൾ സെറ്റപ്പോടെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് പാടങ്ങളുണ്ട്. അവരവിടെ നിന്ന് ചൂണ്ടിടുന്നുണ്ട്, മീനൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഇത് ലൊക്കേഷൻ വന്നിട്ട് കേച്ചേരി ആളൂർ റോഡിലാണ്. മഴക്കാലത്താണ് ഇവിടെ വരേണ്ടത്. അപ്പം ഇനിയും വൈകിട്ടില്ല, ഇതുവരെ വരാത്തവര് വരിക. ഇതാ അവിടുത്തെ ഒരു മെയിൻ 3 ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 3 4 ഷട്ടർ ഉണ്ട്. ആ ഷട്ടർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് പോന്നിട്ട് ഇവിടെ ഒരു 2 എക്സ്ട്രാ ഷട്ടർ കൂടെ വരുന്നുണ്ട്. ഇതാണ് ആ 2 സെപ്പറേറ്റ് ആയിട്ടുള്ള ഷട്ടർ. ഇതും കുറച്ച് തുറന്നിട്ടുള്ളൂ. ഇവിടെ നല്ല രീതിക്ക് വെള്ളച്ചാട്ടങ്ങളുണ്ട്. ചെറൊക്കെ കാണാൻ പോണവർ നല്ല ശ്രദ്ധിക്കുക. മഴക്കാലം ആയതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട്, ഒഴുക്കിപ്പെടാൻ ശ്രദ്ധിക്കാം. നമ്മളിതാ ഇങ്ങനെ നടന്ന് ചിറേൻ്റെ അടുത്ത് നോക്കും. ഇങ്ങനെ നടന്ന് ഇവിടെ ചിറയിലോട്ട് കുറച്ചിങ്ങനെ ഇറങ്ങാനൊരു സ്പോട്ടുണ്ട്, അങ്ങോട്ട് പോകണം. ഇവിടെ ഞാൻ വീഴുമോന്നറിയില്ല, വീഴാണ്ടിരിക്കാൻ ശ്രമിക്കാം. നമുക്ക് വെള്ളം വന്ന് ചെറിയിലോട്ട് അടിയുന്നുണ്ട്. കണ്ടോ, നല്ല ഒഴുക്കുണ്ട് ഗൈസ്, നല്ല രീതിക്ക് ഒഴുക്കുണ്ട്. ഇതാ ഇവിടെ അതിമനോഹരമായ പാടമുണ്ട്. നല്ല സ്കൈ, നല്ല മഴക്കാറ് കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. മഴ ചാരി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ മഴ ഹെവി ആയിട്ടേ കോട്ടെടുത്തിട്ടുള്ളൂ. സ്കൈ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല മഴ, നല്ല രീതിക്ക് മഴക്കാറുണ്ട്. ഇതാ നമ്മള് ഇറങ്ങാനുള്ള സ്പോട്ടിൻ്റെ പറഞ്ഞത് ഇവിടെയാണ്. ഇവിടെ ആൾക്കാര് അലക്കാനൊക്കെ ഇതാക്കും തോന്നുന്നു. ആലക്കൊക്കെ ഉണ്ട്. സേമോളി ഇത് കളിക്കാണ്. സേമോൾ ഇഷ്ടയാ? അപ്പം നമ്മളിങ്ങനെ തിരിച്ചു പോവാണ് ഗൈസ്. ഇനി കുറച്ചു നേരം കൂടി നിന്നാൽ നല്ല അടിച്ചുപൊളി മഴ കിട്ടും. അപ്പം മഴയത്ത് ഷെയ്മോളെ കൊണ്ട് പോകൽ സീനാണ്. ഷേമോളോട് ഞാൻ പറഞ്ഞു, ഈ ഒഴുക്കുന്ന് കളഞ്ഞ് കിട്ടിയതാണ് നിന്റെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക്, അപ്പൊ ഞങ്ങളങ്ങനെ എടുത്ത് വളർത്തിയതാണ്, ആരും ഇല്ലാത്തോണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ ഓളങ്ങ് വിശ്വസിച്ചു. വിഷമിച്ചിട്ട് എന്നിട്ട് അവിടെ നിൽക്കാണ്, പാവം ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വിധത്തിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നേനെ.
അപ്പോൾ ഓക്കെ ബൈ.